ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പാലിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികൾക്ക് പകരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്ക് പകരം ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 10 ബദാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പിസ്ത കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 6-7 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വറവായിട്ട് നല്ല റോസ്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് വറവായി കിട്ടിയാൽ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ടുള്ള രാഗിപ്പൊടിയാണ്. അത് നമുക്ക് ഇതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം. രാഗിപ്പൊടിയും നന്നായിട്ടൊന്ന് വറവായി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. എല്ലാം കൂടി ഒന്ന് തണുത്തോട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇതൊരു മിക്സി ജാറിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുമിച്ച് തന്നെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഫ്ലേവറിനായിട്ട് 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുങ്കുമം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്നത് ഏലക്കായൻ്റെ കുരുവാണ്. അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് 1 മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു 20 ഗ്ലാസ് പാല് തിളപ്പിച്ചെടുക്കാനുള്ള ഒരു അളവാണ് ഈ ഒരു പൊടി ഉണ്ടാവുക. ഇനി നമുക്കിത് പാല് തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 2 ടീസ്പൂൺ ഹെൽത്ത് മിക്സ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാല് ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ തിക്നെസ് ഉണ്ടാവുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര പാനിയാക്കി വെച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ വലിയ ചൂടൊക്കെ പോയിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടികൾക്കൊക്കെ പകരമായിട്ട് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.